മന്ന ഭക്ഷിക്കുന്ന കാര്യമാണ്. യേശു അക്കാര്യം തന്നെയാണ് സുവിശേഷത്തിലും പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു, പക്ഷേ ഞാൻ തരുന്ന അപ്പം അതെന്താ? എൻ്റെ ശരീരം. അത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കില്ലെന്ന് യേശു പറഞ്ഞത്. കൂദാശകൾ എത്രയെന്നറിയാമോ ജോയല്? ഏവയാന്നറിയാമോ? അറിയാം, കൊള്ളാം. എന്നാൽ കൂദാശ എന്നാൽ എന്താ? കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഗുഡ്. അപ്പോൾ കൂദാശകൾ എന്ന് പറയുന്ന എല്ലാ കൂദാശകൾക്കും ബാഹ്യമായ ചിഹ്നങ്ങളുണ്ട്, ആചാരവും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. അത് ബാഹ്യമാണ്. പക്ഷെ അതുവഴി എന്താ തരുന്നത്? നമുക്ക് ലഭിക്കുന്നത് വരപ്രസാദം, ഗ്രേസ് അല്ലേ? അപ്പോൾ ആ ഗ്രേസ് ലഭിക്കുന്നത്, ഗ്രേസ് നമുക്ക് കാണാൻ പറ്റിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം, അവർ പുഞ്ചിരിക്കും അല്ലേ? അപ്പോൾ ആ സന്തോഷം എങ്ങനെ കാണുന്നത്? പുഞ്ചിരിയിലൂടെ. പുഞ്ചിരി കാണാൻ പറ്റും, സന്തോഷം കാണാൻ പറ്റിയാണ്. ഇനി വല്ലവർക്കും വെറുപ്പുണ്ടെങ്കിൽ, നമ്മളെ കാണുമ്പോൾ ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് കൂർത്ത് വരും അല്ലേ? അപ്പോൾ വെറുപ്പ് നമുക്ക് കാണാൻ പറ്റുകയില്ല, സന്തോഷവും സ്നേഹവും ഒന്നും കാണാൻ പറ്റുകയില്ല, വെറുപ്പ് കാണാൻ പറ്റുകയില്ല. പക്ഷേ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ ഭാവ വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ